അഗ്രി വെറൈറ്റി ഫാമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ എങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഡ്രിപ്പ് ഇറിഗേഷൻ, അതിൻ്റെ ഫിൽറ്ററിൻ്റെ ഫിറ്റിങ്സ്, PVC ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ സാധനങ്ങളുടെ പേര് വിവരങ്ങൾ ഒക്കെ നമുക്ക് സ്വന്തമായിട്ട്, ഒരു ലേബർ ആവശ്യമില്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ചിലവ് കുറച്ച് എങ്ങനെ ഡ്രിപ്പ് ഇറിഗേഷൻ ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് 16 mm പൈപ്പ്. പിന്നെ ഇതിന് വേണ്ട നമുക്ക് 1.5 ഇഞ്ചിൻ്റെ PVC ആണ്. നമുക്ക് 1.5 ഇഞ്ച് PVC പൈപ്പ്. അതിനുശേഷം നമുക്ക് വേണ്ടത് റബ്ബർ ഗ്രോമറ്റ്. റബ്ബർ ഗ്രോമറ്റിന് വേറെ പ്രത്യേകത ഉണ്ട്. ഇത് റബ്ബർ ഗ്രോമറ്റ് J എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഫിറ്റ് ചെയ്യുമ്പം ഇതിൻ്റെ അകത്ത് ചെറിയൊരു കട്ടിങ് കാണാം, മറുഭാഗത്ത് ആ കട്ടിങ് ഉണ്ടാവില്ല. ഈ കട്ടിങ് ഉള്ള ഭാഗം വേണം PVCക്ക് അകത്തേക്ക് തള്ളിക്കയറ്റാൻ. അപ്പോൾ ഒന്നത്. പിന്നെ വേണ്ടത് ഇതിൻ്റെ ടേക്കപ്പ്. ടേക്കപ്പിൻ്റെ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു വരാം. ഇതിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ ഇവിടെ ചെറിയൊരു കട്ടിങ് കൂടുതലുണ്ടാവും. കട്ടിങ്ങാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ കട്ടിങ് ലേശം ഗ്യാപ്പിൽ കാണാം അല്ലേ, ഇവിടെ വീതി ഉണ്ടാവും. മറുഭാഗത്ത് അടുപ്പിച്ചായിരിക്കും വരിക. ഇങ്ങനെയാണ് വരുന്നത്. ഇതല്ലേ, ഇതാണ്, ഈ ഭാഗമാണ് റബ്ബർ ഗ്രോമറ്റ് Jയിലേക്ക് നമ്മൾ തള്ളിക്കയറ്റേണ്ട ഭാഗം. അത് ഒന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഫിറ്റിങ്സ് T ആണ്. ഇത് T. പിന്നെ വരുന്നത് ഇതിൻ്റെ എൽബോ. ഇതൊക്കെ 16 mm ആണ്. പിന്നെ വരുന്നത് ഇതിൻ്റെ ജോയിനർ. ഇത് നമുക്ക് പൈപ്പ് എത്തിക്കുന്നിടത്ത് ജോയിൻ ചെയ്യാനുള്ള സാധനങ്ങളാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ND ഗ്യാപ്പ്. ഇതാണ് ND ഗ്യാപ്പ്. ഇതിരുന്ന് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്കൊരു ലാമ്പ് വേണം. വാഴയ്ക്കാണെങ്കിൽ നമുക്ക് ഇതുപോലെ ട്രിപ്പർ വേണം. ഇതാണ് ഇതിൻ്റെ ട്രിപ്പർ വേണം. അതിനുശേഷം നമുക്ക് വേണ്ടത് തുളയ്ക്കാനുള്ള ഈ LLDP ഇൻലൈനറും ഓഫ്ലൈനും ഉണ്ട്. ഓഫ്ലൈൻ തുളയ്ക്കണമെങ്കിൽ ഇതുപോലെ ഒരു പെൻടോച്ച, ഇതിൻ്റെ പേരാണ് പെൻടോച്ച, ഇത് വേണം. പിന്നെ നമുക്ക് വേണ്ടത് തുളയ്ക്കാനുള്ള ഒരു ബിറ്റാണ്. നമ്മൾ കൈ കൊണ്ടല്ല, സെൽഫ് ഡ്രില്ല് കൊണ്ടാണ് തുളയ്ക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒരു സെൽഫ് വേണം. അതാണ് നമ്മുടെ സെൽഫ്. ഇത് നമ്മൾ ബാറ്ററി ഉപയോഗിക്കുന്നതാണ്. നമുക്കിതിൽ ബാറ്ററി ഊരി നമ്മൾ ബാറ്ററിനകത്ത് വീണ്ടും നിക്ഷേപിച്ച് ആയി. അതിനുശേഷം നമ്മൾ ബിറ്റ് ഫിറ്റ് ചെയ്യാണ്. ഇതിൻ്റെ ബിറ്റ് ഫിറ്റ് ചെയ്തു. നമ്മൾ തിരിച്ച് ഇതിൻ്റെ ഒരു ബട്ടൺ ഉണ്ട് മറുഭാഗത്ത് കാണാം. ഈ ബട്ടൺ ഇങ്ങനെ അമർത്തിയാൽ നമുക്കിത് ഫിറ്റ് ടൈറ്റാക്കുക. ടൈറ്റാക്കിയതിനു ശേഷം നമ്മൾ PVC പൈപ്പിനകത്ത് നമ്മൾ തുളയ്ക്കുകയാണ്. നമ്മളിവിടെ PVC പൈപ്പിനകത്ത് തുളയ്ക്കണം. അപ്പോൾ നമ്മൾ തുളയ്ക്കാം. അപ്പോൾ നമ്മൾ തുളച്ച് കഴിഞ്ഞു. തുളച്ചതിന് ശേഷം നമ്മൾ തുള നല്ല വൃത്തിയാക്കണം. ഇവിടെ പൊടിയെന്നുണ്ടെങ്കിൽ ലീക്ക് ഉണ്ടാവും. നമ്മൾ തുള വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഈ റബ്ബർ ഗ്രോമറ്റ് J ഇതിൻ്റെ അകത്തേക്ക് തള്ളിക്കയറ്റണം. കട്ടിങ് ഉള്ള ഭാഗം ഉള്ളിലാക്കി നമ്മൾ തള്ളിക്കയറ്റിയ ശേഷം ഇത് ഞങ്ങൾ ടാപ്പ് ടൈപ്പാണ്. ഇതേപോലെ ഓപ്പൺ ടൈപ്പും വരുന്നുണ്ട്. ഇതിൽ ടാപ്പ് ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഈ കട്ടിങ് ഭാഗം, ഇതിൻ്റെ നേരത്തെ കാണിച്ചിരുന്ന കട്ടിങ് ഭാഗം നമ്മൾ ഇതിനകത്തേക്ക് പ്രസ് ചെയ്ത് കയറ്റാണ്. നമ്മൾ പ്രസ് ചെയ്ത് കയറ്റി ഇങ്ങനെ സിഗർ ലാമ്പ് കൊണ്ട് നന്നായിട്ട് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഇതിനെ തള്ളിക്കയറ്റുക. അപ്പം അത് റെഡി. ഇതാണ് നമ്മളെ പൈപ്പ്. അപ്പോൾ നമ്മൾ തെറ്റി. അതിനുശേഷം നമുക്ക് ഇത് എവിടെ ഇടേണ്ട സ്ഥലങ്ങളിൽ വാഴയാണ് വാഴ. ഈ പൈപ്പിന് പ്രത്യേകത ഉണ്ട്. ഈ പൈപ്പ് ചെറിയൊരു ഓവൽ ഷേപ്പിലാണ് വരിക. ഈ പൈപ്പിന് ഏകദേശം നമുക്കൊരു മീറ്ററിന് 7 രൂപയ്ക്ക് അടുത്ത് മാത്രമേ വില വരുന്നുള്ളൂ. നമ്മൾ മഹാരാഷ്ട്രയിലെ കമ്പനിയിൽ നിന്നാണ് ഈ പൈപ്പ് വരുത്തിക്കുന്നത്. ഈ പൈപ്പ് ഒരു ഓവൽ ഷേപ്പാണ്. അപ്പോൾ ഓവൽ ഷേപ്പിൻ്റെ ഈ ഭാഗത്താണ് നമുക്ക് തുളയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ സാധനം ഉപയോഗിച്ചിട്ട് എല്ലാം പ്രസ് ചെയ്താൽ തുളഞ്ഞു. അത്രേ വേണ്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ സാധനം, ഇതിന് നമ്മൾ ഡ്രിപ്പർ നമ്മൾ ഇതിന് 2 കാലുണ്ട് ഡ്രിപ്പറിന്. ഇവിടെ ഒരു കാൽ, ഇവിടെ ഒരു കാൽ. ഈ 2 കാലിൻ്റെ മുകളിൽ നമ്മൾ ചൂണ്ടാവിരലും പെരുവിരലും പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ തുളച്ച ഹോൾസിലേക്ക് മെല്ലെ ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ഇതിനകത്ത് കയറി.
ഒരു സൗണ്ടൊക്കെ ടിക്ക്. അപ്പോൾ അത് അതിനകത്ത് കയറി. കമ്പനി ഡ്രിപ്പർ, ഇവിടെ ഹോൾസ് കാണാം, ഈ ഭാഗത്ത് ഹോൾസ് ഉണ്ടാവും, ഈ ഭാഗത്ത് ഹോൾസ് ഉണ്ടാവും. ഇത് 30 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒന്നിവിടെ ഒന്നിവിടെ. 30, 40, 50 ഒക്കെ ഉണ്ട്. പച്ചക്കറിക്ക് നമുക്ക് 30 സെൻറ്റിമീറ്റർ മതി. അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് ഇതിൻ്റെ ഫിറ്റിങ്സ് വരുന്നത്. ഇതാണ് നമ്മൾ ഫിൽറ്റർ. ഇതാണ് നമ്മൾ ഫിൽറ്റർ. ഇത് 2 ഇഞ്ചിലാണ് ഇതിൻ്റെ ഫിൽറ്റർ ഫിറ്റിങ്സ് വരുന്നത്. ഇത് നമ്മൾ പ്രഷർ മീറ്റർ. ഇത് നമുക്ക് മോട്ടറിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ പ്രഷർ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 0.5 അല്ലെങ്കിൽ കുറച്ച് താഴെയായിട്ടോ നിൽക്കണം നമുക്ക് ഇതിൻ്റെ പ്രഷർ വാൽവ്. ഈ വെള്ളത്തിൻ്റെ പ്രഷർ 0.5 നിൽക്കണം. ഒന്നൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതിൽ ചളി നിറഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മീറ്റർ എങ്ങനെ കയറുന്നോ അത്രയും നമുക്ക് ചളി കയറി വരുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിങ്ങനെ പൊന്തി വരും. അപ്പോൾ നമുക്കറിയാം ഇത് ഈ ഒരു ഫിൽറ്റർ, ഈ ഒരു പ്രഷർ വാൽവ് നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കണം. ഈ പ്രഷർ വാൽവ് നിർബന്ധമല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിറ്റിങ്സ് വരുന്നത് ഒന്ന് FTA, ഇവിടെ ഒരു FTA, ഇവിടെ ഒരു FTA 2, പിന്നെ 2 സെക്ഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഭാഗത്തും ഒരു FTA വരും. അതിനുശേഷം 2 ഇഞ്ചിൻ്റെ PVC, അതിനുശേഷം 2 ഇഞ്ചിൻ്റെ ബോൾ വാൽവ്, 2.25 T, 2.25 ബെൻഡ്, 3/4 ഇഞ്ച് FTA. അപ്പോൾ നമുക്ക് 2 T, ഈ 2 T വേണം. അതിനുശേഷം നമുക്ക് ഈ ബോൾ വാൽവിൻ്റെ 2 ഭാഗത്തും 25 സെൻറ്റിമീറ്ററിൽ ഈ PVC പൈപ്പ് 25 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്യുക. എന്നിട്ട് ഒരു PVC പൈപ്പ് ഇവിടെയും ഒരു PVC ഇവിടെയും കൊടുക്കുക. അതിനുശേഷം 2 T ഒരേ ഭാഗത്തേക്ക് 2 T കണക്ട് ചെയ്യുക. ഇതുപോലെ അല്ല, 2 T ഒരേപോലെ കണക്ട് ചെയ്യുക. അതിനുശേഷം 25 സെൻറ്റിമീറ്ററിൽ 3/4 ഇഞ്ച് PVC പൈപ്പ് 2 ഭാഗത്തും, ഒന്ന് അവിടെയും ഒന്ന് ഇവിടെയും. അതിനുശേഷം 2 ബെൻഡ് കൊടുക്കുക. 3/4 ഇഞ്ച് ബെൻഡ് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ വെഞ്ചറിക്ക് ഒരു ആരോ മാർക്ക് ഉണ്ട്. വെഞ്ചറിൻ്റെ ആരോ മാർക്ക് ഇവിടെ വെഞ്ചറിക്ക് ആരോ മാർക്ക് ഉണ്ട്. കാണുന്നുണ്ടോ എന്നറിയില്ല. വെഞ്ചറിക്ക് ആരോ മാർക്ക് കാണാം. ഇവിടെ ആരോ മാർക്ക് ഉണ്ട് അല്ലേ. ഈ ഓരോ മാർക്ക് നമുക്ക് വെള്ളം ഇങ്ങോട്ട് വരുന്ന അതിന് അനുയോജ്യമായിട്ട് വേണം വെക്കാൻ. ഇവിടുന്ന് വെള്ളം വലിച്ചിട്ട് വേണം ഇങ്ങോട്ട് പോകാൻ. അപ്പോൾ നമുക്ക് വെള്ളം എവിടെ നിന്നാണ് തള്ളി വരുന്നത്, അപ്പോൾ വെള്ളം ഇങ്ങോട്ടാണ് തള്ളി പോകേണ്ടത്. അതനുസരിച്ച് വെള്ളം തള്ളി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരോ മാർക്ക് കൊടുക്കുന്നത്. ഈ കമ്പനി ആരോ മാർക്ക് ഇട്ടത് ഇതേ രീതിയിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് വെള്ളം വലിക്കുള്ളൂ. കാരണം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടുന്ന് വെള്ളം വലിച്ചിട്ട് വേണം നമുക്ക് ഫിൽറ്ററിലേക്ക് കയറിയിട്ട് ഫിൽറ്ററിൽ നിന്ന് വെള്ളം അരിച്ചിട്ട് വേണം നമുക്ക് പുറത്ത് പോകാൻ. അപ്പോൾ ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ ടീ ഫിറ്റ് ചെയ്തു, ഇത് വെച്ചു. അതിനുശേഷം ഇതെവിടെ നല്ലപോലെ വെച്ചിട്ട് നല്ലതുപോലെ അതിന് ശേഷം നമുക്ക് ഈ വെഞ്ചറി വെക്കാം. വെഞ്ചറി വെച്ചിട്ട് നമുക്ക് ഈ ദൂരം ടേപ്പ് കൊണ്ട് അളക്കാം. ഇവിടം മുതൽ ഇവിടം വരെയുള്ള ദൂരം ടേപ്പ് കൊണ്ട് അളക്കാം. അത് ഈ 2 ഭാഗവും ഒരേപോലെ ആയിരിക്കണം. ഈ ദൂരവും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ദൂരവും ഒരേ അളവാക്കുക. അതായത് ഇതിന് സെൻറ്റർ നമ്മൾ സൈഡിലേക്ക് മാറിയിട്ടാണ് വരിക, പക്ഷേ പൈപ്പ് ഒരേ ദൂരമായിരിക്കും. എന്നിട്ട് വേണം ഈ ത്രെഡ്സിൽ ഇത് ചെയ്തിട്ട് ഇതിനകത്തേക്ക് കയറ്റാൻ. ഇത് 2 ഒട്ടിച്ച് ഇത് ഒട്ടിക്കുക എന്നിട്ട് ബെൻഡിനകത്തിയിട്ട് ഇതിനകത്ത് കയറി സെറ്റ് ചെയ്യാം. അപ്പം ഇതിന് സോൾവെൻറ്റ് വേണം, ത്രെഡ് സീൽ വേണം, അതുപോലെ 2 ഇഞ്ച് ബോൾ വാൽവ്. ഇത് 2 ഇഞ്ച് ഫിറ്റിങ്സ് ആണ്. ചിലത് 2.5 വരുന്നത്. 2.5 ആണെങ്കിൽ നമ്മളിത് റെഡ്യൂസ് ചെയ്തിട്ട് 2 1.5 ആക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ നമ്മളെ വെള്ളം വരുന്ന മോട്ടറിൻ്റെ പൈപ്പ് 1.5 അപ്പോൾ നമുക്ക് 2 ഇഞ്ചിനെ ഇവിടുന്ന് പീസ് കൊടുത്തിട്ട് റെഡ്യൂസർ 2.1 റെഡ്യൂസർ കൊടുത്ത് അതിനുശേഷം FTA കൊടുത്ത് പിന്നെ ഇതിൻ്റെ അകത്ത് PVC കൊടുക്കാൻ വേണ്ടി കോളർ എന്ന് പറയും. ഇതിന് ഒരു GIൻ്റെ സാധനം ഉണ്ടാവും, കോളർ. അതിന് നമ്മൾ ത്രെസ്സിലിട്ട് നല്ല ഷെല്ലാക്കൊക്കെ വെച്ച് നല്ല ടൈറ്റ് ചെയ്ത ശേഷം വേണം കൊടുക്കാൻ. അതിനുശേഷം ക്ലിപ്പിട്ട് നല്ല ചൂടാക്കിയതിന് കയറ്റി ക്ലിപ്പിട്ട് ടൈറ്റ് ചെയ്യാം. ക്ലിപ്പ് ടൈറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് വെള്ളം അടിക്കാൻ. അപ്പോൾ വെള്ളം നമുക്ക് ഇവിടുന്ന് വന്ന് നമ്മൾ ഈ ബോൾ വാലിനെ ഒരു 30% ഇങ്ങനെ തിരിച്ച് വെച്ചാൽ നമ്മൾ ഈ വരുന്ന വെള്ളം ഇതിനകത്ത് കൂടെ നല്ല ഫോഴ്സിൽ സപ്ലൈ ചെയ്യും. അപ്പോൾ എന്താവും, നമ്മളെ ബക്കറ്റിലെ വളം വലിച്ചെടുത്തുകൊണ്ട് ഇതുവഴി കറങ്ങി ഇതിൽ വന്ന് നമ്മൾ ഫിൽറ്ററിൽ കയറി ഫിൽറ്ററിൽ നിന്ന് അരിച്ചിട്ട് പുറത്തേക്ക് പോകാൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ നമ്മളെ ഫിൽറ്റർ
ഇത് കഴിഞ്ഞാൽ അയച്ച് കഴുകണം. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോക്ക് ഊരി കഴിഞ്ഞാൽ ഫിൽറ്റർ ഊരാൻ കിട്ടും. ഇത് പൊന്തിച്ചാൽ മതി. രണ്ട് പീസാണിത്. പൊന്തിച്ചിട്ട് ഫിൽറ്റർ ഊരി കഴുകി വീണ്ടും ഫിറ്റ് ചെയ്യണം. ഇതിൻ്റെ പ്രഷറാണിത്. ഇത് വെള്ളം അടിക്കുമ്പോൾ ഇത് മേലോട്ട് പൊന്തി വരും. നല്ല ടൈറ്റ് ആവും. അപ്പോൾ നമുക്ക് നല്ല പ്രസ് ചെയ്താലറിയാം നമുക്ക് ഇതിൻ്റെ എത്രത്തോളം പ്രഷർ ഉണ്ടെന്നുള്ളത്.